ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നന്ദി പറഞ്ഞ് മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. തന്റെ 48 വർഷത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരമെന്ന് മലയാളത്തിന്റെ പ്രിയ താരം. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് താൻ. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും മോഹൻലാൽ. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ, ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻ്റാണ്. പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. ജൂറിക്കും സർക്കാരിനും നന്ദി. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരമാണിതെന്നും താരം. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. യൂണിറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും. സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ: ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിന്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ. കൊച്ചിയിലെ വാർത്താ സമ്മേളന വേദിയിൽ മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. എല്ലാ മീഡിയക്കാർക്ക് വേണ്ടി ഒടുവിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടക്കം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.